കിഫ്ബി രൂപം കൊണ്ടിട്ട് 1/4 നൂറ്റാണ്ട് തികയുകയാണ്. എക്കാലത്തെയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കിഫ്ബിയുടെ പങ്ക് ഒരു കാലത്തും മറക്കാൻ, വിസ്മരിക്കാൻ പറ്റുന്നതല്ല. വർക്കല നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഇന്നു കാണുന്ന വൻകിട വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാം നിദാനമായത് കിഫ്ബി വഴിയുള്ള സാമ്പത്തിക സഹായങ്ങളാണ്. വർക്കല നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും പുതിയ കെട്ടിട സമുച്ചയം, അതുമായി ബന്ധപ്പെട്ട് തൊട്ട് താഴെയുള്ള ഹൈസ്കൂളുകൾ, ITIകൾ, അതുപോലെ തന്നെ മറ്റ് സ്കൂളുകൾ, ഇവയ്ക്കെല്ലാം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ബഹുനില കെട്ടിടങ്ങളും കുട്ടികൾക്ക് ആധുനികമായിട്ടുള്ള പഠന സൗകര്യത്തിന് അടിസ്ഥാനമായി സയൻസ് ലാബുകളടക്കമുള്ള സംവിധാനങ്ങളും സ്കൂളുകളിൽ തന്നെ വലിയ കളിസ്ഥലങ്ങളും ഒക്കെയായിട്ട് കിഫ്ബിയുടെ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റുരയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളിവിടെ ഉള്ളത്. ആരോഗ്യ മേഖലയിലും കിഫ്ബിയുടെ വലിയ സഹായമാണ് വർക്കലയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. വർക്കല താലൂക്ക് ആശുപത്രിയുടെ സമഗ്രമായ വികസനത്തിന് കിഫ്ബി 40 കോടിയിലധികം രൂപയാണ് നമുക്ക് നൽകിയത്. മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കിഫ്ബിയുടെ ഫണ്ട് നമുക്ക് ലഭ്യമായി. തിരുവനന്തപുരം ജില്ലയിൽ അനുവദിക്കപ്പെട്ട ഏക അന്താരാഷ്ട്ര സ്റ്റേഡിയം, തോമസ് സെബാസ്റ്റ്യൻ്റെ പേരിലുള്ള ആ സ്റ്റേഡിയം, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും കിഫ്ബിയാണ് ഫണ്ട് അനുവദിക്കപ്പെട്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല നിലവാരമുള്ള റോഡുകൾ, BM&BC റോഡുകൾ ഇന്ന് വർക്കലയിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനും ഫണ്ട് നൽകിയത് കിഫ്ബിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന തീരദേശ റോഡാണെങ്കിലും അതുപോലെ ദേശീയ ജലഗതാഗത പാതയാണെങ്കിലും വർക്കലയെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന 2 ടണലുകളുടെ മെയിൻ്റെനൻസ് ആണെങ്കിലും ഇതെല്ലാം കിഫ്ബിയുടെ സഹായത്തോടു കൂടി വർക്കലയ്ക്ക് ലഭ്യമായതാണ്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സമഗ്രമായ വികസനം, ഇന്ന് കാണുന്ന ഭൗതിക രംഗത്തെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വന്ന വലിയ മാറ്റം നമുക്ക് കിഫ്ബിയിലൂടെയാണ് സാധിച്ചത് എന്നുള്ളത് വളരെ അനുഗ്രഹമായിട്ട് നമുക്ക് മാറി. ഒരുപക്ഷെ കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ വികസന മുരടിപ്പ് നമുക്ക് ബോധ്യപ്പെടുമായിരുന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുക നൽകാൻ കഴിഞ്ഞതും കിഫ്ബി ഉള്ളതുകൊണ്ടാണ് ആ നാഷണൽ ഹൈവേ ഈ വർഷത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കാണ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു നാടിൻ്റെ സമഗ്രമായ വികസന പ്രക്രിയയിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. 25 വർഷം അല്ലെങ്കിൽ ഒരു 1/4 നൂറ്റാണ്ട് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമായത് ഈ കഴിഞ്ഞ 7-8 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ 7-8 വർഷക്കാലത്തെ ചരിത്രം കിഫ്ബിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്താൻ കഴിയുന്നതാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. 25ാം വാർഷികം ആഘോഷിക്കുന്ന കിഫ്ബിക്ക് വർക്കല MLA എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.